കേഡറ്റ്സ് എയർഫോഴ്സിൻ്റെ 02/2026 ഇൻടേക്കിൻ്റെ PSL ലിസ്റ്റ് ഔട്ടായിരിക്കുകയാണ്. നിങ്ങളും PSL ലിസ്റ്റിന് വെയിറ്റ് ചെയ്തൊരു കേഡറ്റ് ആണെങ്കിൽ ഈ ഒരു വീഡിയോ ഫുൾ കാണുക. ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും. 2026 എയർഫോഴ്സ് ഇൻടേക്കിൻ്റെ എക്സാം എഴുതിയൊരു കേഡറ്റ് ആണെങ്കിലും ഇനി വരാൻ പോകുന്ന എക്സാമിന് തയ്യാറെടുക്കാൻ പോകുന്നൊരു കേഡറ്റ് ആണെങ്കിലും തീർച്ചയായിട്ടും വീഡിയോ കാണുക. എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും. PSL ലിസ്റ്റിൻ്റെ കട്ട് ഓഫ് എത്രയാണ്, എൻറോൾമെൻറ്റ് ലിസ്റ്റ് എപ്പോഴായിരിക്കും വരാൻ പോകുന്നത്, PSL ലിസ്റ്റിൽ വന്ന എല്ലാ കുട്ടികളും എൻറോൾമെൻറ്റ് ലിസ്റ്റിൽ വരുമോ എന്നീ കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു വീഡിയോയിൽ കൂടി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. വീഡിയോ പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യുക. നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും നമ്മുടെ കേരളത്തിലെ വേറെ ഒരു ചാനലിൽ നിന്ന് പോലും നിങ്ങൾക്ക് ഇതേ രീതിയിലുള്ള വീഡിയോസ് ലഭിക്കത്തില്ല. അതുകൊണ്ട് വീഡിയോ നിങ്ങൾ ഫുൾ കണ്ടിരിക്കണം. നിങ്ങളും എയർഫോഴ്സ് എന്ന് പറയുന്ന ഒരു ഫോഴ്സിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഷെയർ റൈറ്റ് സൈഡിൽ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഒരു ഡിഫൻസ് ജോബ് കിട്ടുന്നിടം വരെ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക. സോ സിറ്റ് ബാക്ക്, റിലാക്സ്, എൻജോയ് ദ വീഡിയോ. കേഡറ്റ്സ്, അപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. 02/2026 ഇൻടേക്കിൻ്റെയാണ് PSL ലിസ്റ്റ് ഔട്ട് ആയിരിക്കുന്നത്. 2026 01/2027 ഇൻടേക്കിൻ്റെ റിസൾട്ടും ഉടനെ വരുന്നതായിരിക്കും. ആ എയർഫോഴ്സ് ഇൻടേക്കിൻ്റെയും ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ ബാലൻസ് ആണ്. ഇപ്പോൾ വന്നിരിക്കുന്ന PSL ലിസ്റ്റ് ആരെയാണ് കുട്ടികളെ 2025 നോട്ടിഫിക്കേഷൻ വന്ന 02/2026 ഇൻടേക്കിൻ്റെ അപ്ഡേറ്റ് ആണ് ഈ ഒരു PSL ലിസ്റ്റ് എന്ന് പറയുന്നത്. എയർഫോഴ്സിൻ്റെ സെലക്ഷൻ പ്രോസസിൻ്റെ കാര്യം പറഞ്ഞാൽ PSL ലിസ്റ്റ് വന്നതിന് ശേഷം ഇനിയും ഒരു ലിസ്റ്റ് കൂടി വരുന്നതായിരിക്കും. അതാണ് ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് എന്ന് പറയുന്നത്. അതാണ് എൻറോൾമെൻറ്റ് ലിസ്റ്റ്. എൻറോൾമെൻറ്റ് ലിസ്റ്റിന് മുന്നെയാണ് ഈ ഒരു PSL ലിസ്റ്റ് വരുന്നത്. PSL ലിസ്റ്റിൽ വന്ന എല്ലാ കുട്ടികൾക്കും കൺഗ്രാറ്റ്സ്. ഇനി നിങ്ങളുടെ എൻറോൾമെൻറ്റ് ലിസ്റ്റിൻ്റെ അപ്ഡേറ്റ് എല്ലാം ഈ ഒരു വീഡിയോയിൽ കൂടി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ കാണാൻ നോക്കണം. അപ്ഡേറ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറയുന്നതായിരിക്കും. ഒരു പോയിന്റ് പോലും ഞാൻ സ്കിപ്പ് ചെയ്യത്തില്ല. ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലാണ് ഈ ഒരു അപ്ഡേറ്റ് വന്നത്. ഇന്നലെയാണ് അപ്ഡേറ്റ് വന്നത്. അപ്ഡേറ്റ് വന്ന ഉടനെ തന്നെ നമ്മൾ നമ്മുടെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം പേജിൽ കൂടി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതനുസരിച്ച് നമ്മുടെ കേരളത്തിലെ എല്ലാ കുട്ടികളും ചെക്ക് ചെയ്തും കാണും. ഇനി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. എയർഫോഴ്സിന് തയ്യാറെടുക്കുന്ന കുട്ടികളും അറിഞ്ഞിരിക്കണം. കാരണം ഇത്രയുമാണ് കട്ട് ഓഫ് എന്ന് അറിഞ്ഞാൽ മിക്ക കുട്ടികളും തയ്യാറെടുക്കുന്നതായിരിക്കും. ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഹിസ്റ്ററിയിൽ തന്നെ ആദ്യമായിട്ടാണ് ഇത്രയും കുറഞ്ഞ കട്ട് ഓഫ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം കുട്ടികളെ. നോക്കൂ, ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഒഫീഷ്യൽ സൈറ്റാണ്. സൈറ്റിൽ വന്ന കാര്യങ്ങളെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഷെയർ ചെയ്യാം. എല്ലാ കുട്ടികൾക്കും അവരുടെ അപ്ഡേറ്റഡ് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. PSL ലിസ്റ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഗ്രീൻ കാർഡ് ലഭിച്ച എല്ലാവരുടെയും അപ്ഡേറ്റ് വളരെ ക്ലിയർ ആയിട്ട് ഈ ഒരു ലിസ്റ്റിനകത്ത് വന്നിട്ടുണ്ട്. എല്ലാവരുടെയും പേഴ്സണൽ മെയിൽ ഐഡിയിലും അതുപോലെ തന്നെ ഫോൺ നമ്പറിലും അപ്ഡേറ്റ് ലഭിച്ചിട്ടുണ്ട്. അതിൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ PSL ലിസ്റ്റിൻ്റെ അപ്ഡേറ്റ് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇനിയും നിങ്ങൾക്ക് സൈറ്റിൽ കൂടി ലഭിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ഒട്ടും പേടിക്കേണ്ട. ആന ഡിഫൻസ് അക്കാഡമിയുടെ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭിക്കും. അവിടെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് ആ PDF എല്ലാം തന്നെ. നോക്കൂ കുട്ടികളെ, PSL ലിസ്റ്റിൻ്റെ അപ്ഡേറ്റ് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. 02/2026 ഇൻടേക്കിൻ്റെ കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഏതാണ് 02/2026 ഇൻടേക്കിൻ്റെ ഓൾ ഇന്ത്യ PSL കട്ട് ഓഫ് എത്രയാണ് നമുക്ക് നോക്കാം. എയർഫോഴ്സിൻ്റെ സെലക്ഷൻ പ്രോസസിൻ്റെ കാര്യം പറയുമ്പോൾ ഓൾ ഇന്ത്യ ബേസ് കട്ട് ഓഫും വരും, അതേപോലെ തന്നെ സ്റ്റേറ്റ് ബേസ് കട്ട് ഓഫും വരും. രണ്ടും ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഫസ്റ്റ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ഓൾ ഇന്ത്യ ബേസ് കട്ട് ഓഫാണ്. PSL കട്ട് ഓഫാണ് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം റിട്ടേൺ കട്ട് ഓഫ്. സ്റ്റേജ് 1 എന്ന് പറഞ്ഞാൽ റിട്ടേൺ എക്സാമാണ്. റിട്ടേൺ എക്സാമിൻ്റെ കട്ട് ഓഫ് ഞാൻ ഷെയർ ചെയ്യുകയാണ്. ഓൾ ഇന്ത്യ ബേസിലുള്ള എക്സ് ബോയുടെ കട്ട് ഓഫാണ് 17.89. അപ്പോൾ കുട്ടികളെ നിങ്ങൾ നോക്കൂ, PSL കട്ട് ഓഫ് നോക്കൂ, ഒരു മാറ്റവും വന്നിട്ടില്ല. അതിനെക്കാട്ടിയും കുറഞ്ഞാണ് വന്നിരിക്കുന്നത്. 17.86 ആണ് കട്ട് ഓഫ് വന്നിരിക്കുന്നത്. എയർഫോഴ്സ് എക്സ് ഗ്രൂപ്പ് ബോയ്സിൻ്റെ. ഇനി നമുക്ക് നോക്കാം എക്സ് ഗ്രൂപ്പ് ഗേൾസിൻ്റെ കട്ട് ഓഫ് എത്രയാണെന്ന്. റിട്ടേൺ കട്ട് ഓഫ് 18 ആയിരുന്നു. PSL കട്ട് ഓഫ് വന്നപ്പോൾ ആൾ ഇന്ത്യ ലെവൽ എത്രയാണ്? 35.21 ആണ്. വൈയുടെ കാര്യം പറയുകയാണെങ്കിൽ ബോയ്സിൻ്റെ റിട്ടേൺ കട്ട് ഓഫ് 24.33 ആയിരുന്നു. ഓൾ ഇന്ത്യ ബേസിൽ PSL കട്ട് ഓഫ് 26.24 ആണ്. കട്ട് ഓഫ് വൈ ഗേളിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ റിട്ടേൺ എക്സാമിൻ്റെ എത്രയായിരുന്നു കട്ട് ഓഫ്? 25.48 ആണ്. ഓൾ ഇന്ത്യ ബേസിൽ PSL കട്ട് ഓഫ് എത്ര വന്നിരിക്കുന്നത്? 13.33 ആണ്. ഇതാണ് ഓൾ ഇന്ത്യ ലെവലിലുള്ള എയർഫോഴ്സ് എക്സിൻ്റെയും വൈയുടെയും ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും കട്ട് ഓഫ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം നമ്മുടെ കേരളത്തിലെ കട്ട് ഓഫ് എന്താണെന്ന്. ഓൾ ഇന്ത്യ ബേസ് കട്ട് ഓഫിൻ്റെയും സ്റ്റേറ്റ് വൈസ് കട്ട് ഓഫിൻ്റെയും കാര്യം പറഞ്ഞാൽ സ്റ്റേറ്റ് വൈസ് കട്ട് ഓഫ് നിങ്ങൾ ക്രോസ് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ വരുന്നതായിരിക്കും കേട്ടോ കുട്ടികളെ. അപ്പോൾ നമുക്കിനി സ്റ്റേറ്റ് വൈസ് കട്ട് ഓഫ് എത്രയാണെന്ന് നോക്കാം. 02/2026 നോക്കൂ കുട്ടികളെ, എക്സ് മെയിൽ കേഡറ്റിൻ്റെ കട്ട് ഓഫാണ് 21.91 ആണ്. ഇത് PSL കട്ട് ഓഫാണ് പറയുന്നത്. ഇത് PSL കട്ട് ഓഫാണ്. എക്സ് ഫീമെയിലിൻ്റെയാണ് 20.38. വൈ മെയിലിൻ്റെ കട്ട് ഓഫാണ് 12.90. വൈ ഫീമെയിലിൻ്റെ കട്ട് ഓഫാണ് 21.45. ഇവിടെ നോക്കൂ കുട്ടികളെ, കട്ട് ഓഫ് വളരെ കുറവാണ് വന്നിരിക്കുന്നത്. കേഡറ്റ്സ്, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും 02/2026 ഇൻടേക്കിൻ്റെ ഓൾ ഇന്ത്യ ബേസിലുള്ള കട്ട് ഓഫും കേരളത്തിലെ കട്ട് ഓഫും മനസ്സിലായിട്ടുണ്ട്. ഇനി മിക്ക കുട്ടികൾക്കുള്ള ഡൗട്ടാണ്, സർ ഞാൻ ഓൾ ഇന്ത്യ ബേസിലെ കട്ട് ഓഫ് ക്രോസ് ചെയ്ത് ഞാൻ PSL ലിസ്റ്റിൽ വന്നിട്ടുണ്ട്, അതേപോലെ തന്നെ സ്റ്റേറ്റ് വൈസ് കട്ട് ഓഫ് ഞാൻ ക്രോസ് ചെയ്തു, എൻ്റെ പേര് ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ വരാനുള്ള സാധ്യതയുണ്ട് എന്നതിനെക്കുറിച്ച് അതിൻ്റെ ഡീറ്റെയിൽഡ് കാര്യങ്ങൾ അറിയാൻ നമുക്ക് മുൻ വർഷത്തെ അപ്ഡേറ്റിലോട്ടൊന്ന് പോകേണ്ടി വരും. അതുകൂടി ക്ലിയർ ആയിട്ട് ഞാൻ
ഞാൻ പറഞ്ഞു തരാം. നോക്കൂ കുട്ടികളെ, ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായാലോ? ഇതെല്ലാം നോട്ട് ചെയ്ത് വെക്കണം. എല്ലാ കുട്ടികളും അടുത്ത വർഷത്തേക്ക് എയർഫോഴ്സിലേക്ക് തയ്യാറെടുക്കുന്ന കുട്ടികളും ഇത് നോട്ട് ചെയ്തിരിക്കണം. അതനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാവുന്നതാണ്. കുട്ടികളെ, ടോട്ടൽ ഫിറ്റ് കാൻഡിഡേറ്റ്സ് എത്രയാണെന്ന് നോക്കാം നമുക്ക് 02/2026 ഇൻടേക്കിൽ. ഓൾ ഇന്ത്യ ബേസിൽ എക്സ് മെന്നിൽ 1569 ആണ്. ഓൾ ഇന്ത്യ ബേസിലാണ്. സ്റ്റേറ്റ് വൈസിൻ്റെ കാര്യം പറഞ്ഞാൽ 880 ആണ്. ടോട്ടൽ 2449 ആണ്. എക്സ് വുമൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 162 ആണ്. സ്റ്റേറ്റ് വൈസിൻ്റെ കാര്യം പറഞ്ഞാൽ 86 ആണ്. ടോട്ടൽ 248 ആണ്. വൈ മെൻ്റെ കാര്യം പറഞ്ഞാൽ ഓൾ ഇന്ത്യ ബേസിൽ 1423 കാഡറ്റ്സ് ഫിറ്റ് ആയിട്ടുണ്ട്. സ്റ്റേറ്റ് വൈസിൽ 1529 കാഡറ്റ് ഫിറ്റ് ആയിട്ടുണ്ട്. ഓവറോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ 2952 ആണ്. വൈ വുമൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഓൾ ഇന്ത്യ ബേസിൽ 143 കാഡറ്റ്സ് ഫിറ്റ് ആയിട്ടുണ്ട്. സ്റ്റേറ്റ് ബേസിൽ 231 കാഡറ്റ്സ് ഫിറ്റ് ആയിട്ടുണ്ട്. ടോട്ടൽ 374 കാഡറ്റ്സ് ആണ് ഫിറ്റ് ആയിരിക്കുന്നത്. ഇനി നമുക്ക് ഓൾ ഇന്ത്യ ബേസ് ടോട്ടലിൽ എത്ര കുട്ടികളാണ് പാസ്സായിരിക്കുന്നത് നമുക്ക് നോക്കാം. ഓൾ ഇന്ത്യ ബേസ് ടോട്ടലിൽ 3297 കാഡറ്റാണ് പാസ്സായിരിക്കുന്നത്. സ്റ്റേറ്റ് വൈസ് ടോട്ടലിൽ 2726 കാഡറ്റാണ് പാസ്സായിരിക്കുന്നത്. ഓവറോൾ പാസ്സായിരിക്കുന്ന കുട്ടികളുടെ അപ്ഡേറ്റ് പറയുകയാണെങ്കിൽ എത്രയാണ്? 6023 കാഡറ്റ്സ് ആണ് പാസ്സായിരിക്കുന്നത്. 6000+ കാഡറ്റ്സ് ആണ് ഓവറോൾ ഫിറ്റ് ആയിരിക്കുന്നത്. ഇത്രയും പേരും ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ വരുമോ? നിങ്ങൾക്കും ഡൗട്ട് ഉണ്ടല്ലേ? പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റുന്നതായിരിക്കും. ഇത്രയും പേരും എന്തായാലും വരാനുള്ള സാധ്യതയില്ല. ഇതിനകത്ത് കുറച്ച് കുട്ടികൾ സ്റ്റാൻഡ് ബൈയിലും വരുന്നതായിരിക്കും കേട്ടോ കുട്ടികളെ. അപ്പോൾ ഇത്രയുമാണ് 2026 02/2026 ഇൻടേക്കിൻ്റെ സെലക്റ്റഡ് കേഡറ്റ്സ് എന്ന് പറയുന്നത്, അതായത് ടോട്ടൽ ഫിറ്റായ കേഡറ്റ്സ്. ഇനി നോക്കൂ കുട്ടികളെ, മുൻ വർഷങ്ങളിലെ അപ്ഡേറ്റ്സ് നമുക്ക് നോക്കാം. വേക്കൻസി നോക്കാം. വേക്കൻസിയുടെ കാര്യം പറയുകയാണെങ്കിൽ 02/2023 ഇൻടേക്കിൻ്റെ ടോട്ടൽ വേക്കൻസി 5808 ആയിരുന്നു. പിന്നെ വേക്കൻസി കുറച്ച് കുറഞ്ഞു വന്നിട്ടുണ്ട്. 01/2024 വേക്കൻസി 1952, 01/2025 1752, 02/2025 1508. എന്നാൽ 01/2026 കാര്യം പറയുകയാണെങ്കിൽ 5000+ വേക്കൻസിയാണ് ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ വന്നിരിക്കുന്നത്. അതായത് 5000+ കേഡറ്റ്സ് ആണ് ട്രെയിനിങ്ങിനായിട്ട് പോയത്. അതോടൊപ്പം തന്നെ ഈ ഒരു സമയത്ത് ഈ ഒരു ഇൻടേക്കിൽ മെയിൻ ലിസ്റ്റിൽ വന്ന കുട്ടികളും പോയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ സ്റ്റാൻഡ് ബൈയിലുള്ള കുട്ടികളും ട്രെയിനിങ്ങിനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം, ശ്രദ്ധിച്ച് കാണും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായാലോ? അപ്പോൾ 2026 നമുക്ക് എന്തായാലും 5.5K അടുത്ത് വേക്കൻസി എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. 5.5K, ചിലപ്പോൾ 6K അടുത്ത് വേക്കൻസി നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. കുറച്ച് കുട്ടികൾ എന്തായാലും സ്റ്റാൻഡ് ബൈയിൽ അല്ലെങ്കിൽ അവർക്ക് സെലക്ഷൻ കിട്ടാതെ വരാനുള്ള സാധ്യതയുണ്ട്. അത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ അറിയാൻ പറ്റുന്നതായിരിക്കും കേട്ടോ. എല്ലാവരും എന്തായാലും പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. വേക്കൻസി അത്രയും ഉണ്ടെങ്കിൽ എന്തായാലും പോകുന്നതായിരിക്കും. നോക്കൂ കുട്ടികളെ, 2026 01/2026 ഇൻടേക്കിൻ്റെ കാര്യമാണ് പറയുന്നത്. ഈ കുട്ടികളെല്ലാം ആൾറെഡി ട്രെയിനിങ്ങിന് പോയിരിക്കുകയാണ്. ടോട്ടൽ ഫിറ്റായ സ്റ്റുഡൻസ് എത്രയായിരുന്നു? എക്സ് ഗ്രൂപ്പിൻ്റെയാണ്. മെന്നിൻ്റെ കാര്യം നമുക്ക് നോക്കാം. ടോട്ടൽ ഫിറ്റായ സ്റ്റുഡൻസ് PSL ലിസ്റ്റിൽ വന്ന് 2494 ആയിരുന്നു. മെയിൻ ലിസ്റ്റിൽ വന്ന എത്ര കുട്ടികളായിരുന്നു? 2250 ആയിരുന്നു. അതായത് ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ വന്ന കുട്ടികൾ എത്രയായിരുന്നു? 2250 ആയിരുന്നു. സ്റ്റാൻഡ് ബൈയിൽ എത്ര ഉണ്ടായിരുന്നു? 244 കാഡറ്റ്സ് ഉണ്ടായിരുന്നു. എന്നാൽ എൻറോൾഡ് ആയ എത്ര കുട്ടികളാണ്? 2494. അതായത് എത്ര കുട്ടികളാണോ വന്നിരുന്നത്, അതായത് കുട്ടികൾ ഈ ഒരു PSL ലിസ്റ്റിലുള്ള കുട്ടികൾ തന്നെയാണ് ഈ പറയുന്ന മെയിൻ ലിസ്റ്റിലും സ്റ്റാൻഡ് ബൈയിലും ഉള്ളത്. കുറച്ച് കുട്ടികൾ സ്റ്റാൻഡ് ബൈയിൽ വെച്ചിരിക്കുകയാണ്. ഫൈനൽ എൻറോൾമെൻറ്റ് ലിസ്റ്റ് വന്നപ്പോൾ എല്ലാ കുട്ടികളെയും ട്രെയിനിങ്ങിനായിട്ട് സെൻഡ് ചെയ്തു. ഒരാളെ പോലും അവർ മെറിറ്റ് ഔട്ട് ആക്കിയിട്ടില്ല. അതേപോലെ തന്നെ വുമൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ടോട്ടൽ ഫിറ്റ് കേഡറ്റ്സ് എത്രയാണ്? 253. മെയിൻ ലിസ്റ്റ് എത്ര പേരായിരുന്നു? 200 പേരായിരുന്നു. സ്റ്റാൻഡ് ബൈ ലിസ്റ്റിൽ എത്ര പേരായിരുന്നു? 53 പേരായിരുന്നു. എന്നാൽ എൻറോൾമെൻറ്റ് അപ്ഡേറ്റ് വന്നപ്പോൾ 253 കേഡറ്റ്സിനെ ട്രെയിനിങ്ങിനായിട്ട് സെൻഡ് ചെയ്തു. മെറിറ്റ് ഔട്ട് ആയതോ ആരും തന്നെ ഇല്ലായിരുന്നു. 01/2026 ഇൻടേക്കിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇനി നമുക്ക് വൈ ഗ്രൂപ്പിൻ്റെ കാര്യം നോക്കാം. നോക്കൂ കുട്ടികൾ, വൈ ഗ്രൂപ്പിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ടോട്ടൽ ഫിറ്റ് സ്റ്റുഡൻസ് PSL 2438 ആയിരുന്നു. മെയിൻ ലിസ്റ്റ് 1628 ഉണ്ടായിരുന്നു. സ്റ്റാൻഡ് ബൈയിൽ 495 ഉണ്ടായിരുന്നു. എൻറോൾമെൻറ്റ് എത്ര സ്റ്റുഡൻസ് ആണ്? 2123 സ്റ്റുഡൻസ് ആണ്. ഇവിടെ മെറിറ്റ് ഔട്ട് ആയ കുട്ടികൾ എത്രയാണ്? 315 കുട്ടികൾ മെറിറ്റ് ഔട്ട് ആയിട്ടുണ്ടായിരുന്നു. 315 കുട്ടികൾ മെറിറ്റ് ഔട്ട് ആയിട്ടുണ്ടായിരുന്നു. എവിടെ നിന്നാണ് ഔട്ടായത്? ഈ സ്റ്റാൻഡ് ബൈയിൽ നിന്നാണ് ഈ കുട്ടികൾ ഔട്ടായിരിക്കുന്നത്. ഇനി നമുക്ക് വൈ ഗ്രൂപ്പിൻ്റെ വുമൻ്റെ അപ്ഡേറ്റ് നോക്കാം. ടോട്ടൽ ഫിറ്റ് സ്റ്റുഡൻസ് 308 ആയിരുന്നു. മെയിൻ ലിസ്റ്റിൽ വന്ന് 222 ആയിരുന്നു. സ്റ്റാൻഡ് ബൈയിൽ 65. ടോട്ടൽ എൻറോൾഡ് ആയ എത്ര കുട്ടികളാണ്? 287 ആണ്. ഇവിടെ മെറിറ്റ് ഔട്ട് ആയിട്ടുണ്ടായിരുന്നു 21 കേഡറ്റ്സ്. എവിടെ നിന്നാണ് ഔട്ടായത്? ഈ സ്റ്റാൻഡ് ബൈയിൽ നിന്നാണ് ഈ കുട്ടികളും ഔട്ടായിരിക്കുന്നത്. ഐ ഹോപ്പ് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി കാണുമെന്ന്. കുട്ടികളെ നമ്മുടെ വേക്കൻസി 6K അടുത്ത് ഉണ്ടെങ്കിൽ എന്തായാലും ഇത്രയും കുട്ടികൾ ഈ തവണയും ട്രെയിനിങ്ങിന് പോകുന്നതായിരിക്കും. അതായത് എക്സ് ഗ്രൂപ്പിൽ നിന്ന് ഒരാളും മെറിറ്റ് ഔട്ട് ആകാനുള്ള സാധ്യതയില്ല. കുറച്ച് കേഡറ്റെങ്കിലും ഔട്ട് ആവുന്നുണ്ടെങ്കിൽ അത് വൈയിൽ നിന്നായിരിക്കും ഔട്ട് ആവുന്നത്. ഇനി വേക്കൻസി വളരെ കുറവാണെങ്കിൽ എക്സിൽ നിന്ന് എത്ര പേരായിരിക്കും മാക്സിമം ഔട്ടാവുന്നത്, അതേപോലെ തന്നെ വൈയിൽ നിന്ന് എത്ര പേരായിരിക്കും മാക്സിമം ഔട്ടാവുന്നത് എന്നീ കാര്യങ്ങൾ കൂടി ഞാൻ പറഞ്ഞു തരാം. വേക്കൻസി കുറവാണെങ്കിൽ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ
എക്സ് ഗ്രൂപ്പിൽ എല്ലാ കുട്ടികളും ട്രെയിനിങ്ങിന് പോകാനുള്ള സാധ്യതയുണ്ട്. വൈ ഗ്രൂപ്പിൽ നിന്നായിരിക്കും മിനിമം ഒരു 30 കേഡറ്റ്സിനടുത്ത് മെരിറ്റ് ഔട്ട് ആകുന്നത്. ക്ലിയർ? ഇനി വേക്കൻസി കുറവാണെങ്കിലുള്ള കാര്യം ഞാൻ പറഞ്ഞു തരാം. വേക്കൻസി കുറവാണെന്നുണ്ടെങ്കിൽ കുട്ടികളെ ഈ പറയുന്ന എക്സ് ഗ്രൂപ്പിൻ്റെ അപ്ഡേറ്റ് ഉണ്ടല്ലോ, ഈ പറയുന്ന എക്സ് ഗ്രൂപ്പിൻ്റെ എത്രയാണോ ടോട്ടൽ വേക്കൻസി അതിനകത്ത് എന്തായാലും ഒരു 180 കേഡറ്റ്സിനടുത്ത്, 180 അല്ലെങ്കിൽ ഒരു 200 കേഡറ്റ്സിനടുത്ത് മെരിറ്റ് ഔട്ട് ആവുന്നതായിരിക്കും. വേക്കൻസി കുറവാണെങ്കിൽ എത്രയാണ്? 180 ആൺകുട്ടികളും 180 അല്ലെങ്കിൽ ഒരു 200-നടുത്ത് കുട്ടികൾ മെരിറ്റ് ഔട്ട് ആവുന്നതായിരിക്കും. വുമൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അറൗണ്ട്ലി 30 കേഡറ്റ്സിനടുത്ത് ഒരു 30 കുട്ടികൾക്കടുത്ത് മെരിറ്റ് ഔട്ട് ആവുന്നതായിരിക്കും. ഓക്കെ, വേക്കൻസി കുറവാണെങ്കിൽ. ക്ലിയർ ആയല്ലോ? ഇനി വൈയുടെ കാര്യം പറയുകയാണെങ്കിൽ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും അറൗണ്ട്ലി 25 to 30 അല്ലെങ്കിൽ 30 കേഡറ്റ്സിനടുത്ത് മെരിറ്റ് ഔട്ട് ആവുന്നതായിരിക്കും വേക്കൻസി കുറവാണെങ്കിൽ. ഐ ഹോപ്പ് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി കാണുമെന്ന്. മുൻ വർഷങ്ങൾ അപ്ഡേറ്റ് അനുസരിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. കുട്ടികളെ ഇതേ രീതിയിലുള്ള വീഡിയോസ് ഓൺലി നമ്മുടെ ചാനലിൽ നിന്ന് മാത്രമാണ് ലഭിക്കുന്നത്. പരമാവധി എല്ലാവരും ഷെയർ ചെയ്യണം. നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലും എത്തിയിരിക്കണം. കുട്ടികളെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി അന ഡിഫൻസ് അക്കാഡമി പുതിയ എയർഫോഴ്സ് ബാച്ച് ലോഞ്ച് ചെയ്യുകയാണ്. 2026 0-2027 ഇൻടേക്കിൻ്റെ ബാച്ച് സ്റ്റാർട്ട് ആകാൻ പോകുന്നത് ജൂൺ 2nd വീക്കോടാണ്. ജൂൺ 15 നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത് ജൂലൈ 1st അല്ലെങ്കിൽ 2nd വീക്കോടാണ്. നേരത്തെ തന്നെ നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങൾക്ക് ഇവിടുന്ന് ഡെയിലി ലൈവ് ക്ലാസ്, റെക്കോർഡഡ് ക്ലാസ്, ഡീറ്റെയിൽ സ്റ്റഡി മെറ്റീരിയൽ, മോക്ക് ടെസ്റ്റ്, ഫിസിക്കൽ ട്രെയിനിങ് എല്ലാം ലഭിക്കുന്നതായിരിക്കും. സ്റ്റേജ് 2ലെയും എല്ലാ ട്രെയിനിങ്ങും ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും. ഫിസിക്കൽ ട്രെയിനിങ്ങും അതേപോലെ തന്നെ നിങ്ങളുടെ SRT ആണെങ്കിലും GD ആണെങ്കിലും എല്ലാ ട്രെയിനിങ്ങും ഇവിടെ നിങ്ങൾ കറക്റ്റായിട്ട് ലഭിക്കുന്നതായിരിക്കും. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ നിന്ന് പറഞ്ഞു തരുന്നതായിരിക്കും. നെക്സ്റ്റ് നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത് 2026 ജൂലൈ 1st അല്ലെങ്കിൽ 2nd വീക്കോടാണ്. ഡിഫൻസ് റിലേറ്റഡ് എല്ലാ കാര്യങ്ങളും അറിയാൻ അന ഡിഫൻസ് അക്കാഡമി വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യുക. ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭിക്കുന്നതായിരിക്കും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾ പേഴ്സണൽ ഡൗട്ട് ആണെങ്കിലും അക്കാഡമിയിൽ ഏതെങ്കിലും കോഴ്സ് റിലേറ്റഡ് ഡൗട്ട് ആണെങ്കിലും ധൈര്യമായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. 2025 എയർഫോഴ്സിലേക്ക് തയ്യാറെടുത്തിട്ടും 2026 എയർഫോഴ്സിൽ ഇപ്പോൾ റിട്ടേൺ എക്സാം കഴിഞ്ഞിട്ടും നല്ലപോലെ പെർഫോം ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിലും അവർ ആഗ്രഹിച്ച ഒരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയില്ല എങ്കിലും നിങ്ങൾ ഒട്ടും പേടിക്കേണ്ട. നിങ്ങൾക്ക് ധൈര്യമായിട്ട് നമ്മുടെ അക്കാഡമിയിലോട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇവിടുത്തെ ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓഫ്ലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. രണ്ട് പ്ലാറ്റ്ഫോമിലും ഈ തവണ നമ്മൾ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വേറെ ഉടനെ തന്നെ കാണാം. താങ്ക് യു സോ മച്ച്. ജയ് ഹിന്ദ്.